ഗൈസ് ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാനും കുഞ്ഞിപ്പെണ്ണുമായിട്ടാണ് കേട്ടോ ഇവിടെ നമ്മൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞു നമ്മൾ കുഞ്ഞിപ്പെണ്ണിനെ കാണിച്ചില്ല, കുഞ്ഞിപ്പെണ്ണിനെ കാണിച്ചില്ലാന്ന്. കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങുകയാണ് ഗൈസ്, ഉറങ്ങുകയാണ്. അപ്പോൾ എന്താണ് ആളുടെ കുളിയൊക്കെ കഴിഞ്ഞ് ഫുൾ ഉറക്കത്തേക്ക് സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം ഒരു 6 മണിയായപ്പോൾ വേണ്ടിയതാണ്. ഇപ്പോൾ സമയം ഒരു 7:30 ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. കുഞ്ഞിപ്പെണ്ണ് നല്ല ഉറക്കത്തിലാണ്. പിന്നെ എന്താണ്, അപ്പം നമുക്കിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വെച്ചു. വേറെ ഒന്നും നമുക്ക് എടുക്കാനൊന്നും ഇല്ലല്ലോ. ഇവിടെ നിന്ന് എന്തായാലും നമുക്കിപ്പോൾ പുറത്തൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട്, പുറത്തുള്ള വ്ളോഗൊന്നും കാണിക്കാൻ പറ്റാത്തതുകൊണ്ടും പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും നമുക്കിതൊക്കെ തന്നെ എടുത്ത് തട്ടിപ്പുട്ടി അങ്ങോട്ട് പോവാം എന്ന് വിചാരിച്ചു. കുഞ്ഞിപ്പൻ സ്റ്റിൽ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. ആളൊരു ശാന്തശീലനാണ്, ശീലയാണ്. മൈക്കിൾ ബേബിയെ വെച്ച് നോക്കുമ്പോൾ ഷീസ് വെരി കാം ആൻഡ് ക്വയറ്റാണ്. മൈക്കിൾ ബേബി വെരി വയലൻ്റ് ആയിരുന്നു. ആൾ ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. മൈക്കിൾ ബേബി എനിക്കണെങ്കിൽ ഇനി സമയമാവുന്നുള്ളൂ. ഒരു 9 മണി 10 മണി ആവണം മൈക്കിൾ ബേബി എനിക്കണെങ്കിൽ സ്കൂളിൽ പോയി തുടങ്ങണ വരെ. ഇനി എന്തായാലും ഇവിടെ നിന്ന് ചെന്നിട്ട് മൈക്കിൾ ബേബിനെ എന്തായാലും നമ്മൾ സ്കൂളിൽ വിടും. എന്തായാലും ഒരു 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളീനെ എന്തായാലും സ്കൂളിൽ വിടാൻ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. സ്കൂളിൽ വിടാണ്ടിരിക്കും തോന്നുന്നില്ല, പുള്ളിക്ക് മടിയായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിലിരുത്തി പഠിപ്പിക്കാന്ന് വെച്ചാലും പുള്ളിക്ക് ഇഷ്ടമുള്ളതേ പഠിക്കുള്ളൂ. എനിക്കിഷ്ടമുള്ളതൊന്നും പുള്ളി പഠിക്കാൻ തയ്യാറല്ല. അത് കാരണം എന്തായാലും ഞാൻ സ്കൂളിൽ വിടാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഗൈസ്. ഞാൻ ഇവിടെ വിടാന്ന് വെച്ചപ്പോൾ പിന്നെ 2 മാസത്തേക്ക് മാത്രമായിട്ട് ഇവിടെ വിടണ്ടേ. കാരണം ഇപ്പോൾ എന്തായാലും പുള്ളി എൻജോയ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അമ്മ ഇവിടെ ക്ലീനിങ്ങും പരിപാടികളൊക്കെ ഉണ്ട് രാവിലെ തന്നെ ചെയ്യുന്ന. മൈക്കിൾ ബേബിയുടെ ഒരു രാത്രി നമ്മൾ സന്ധ്യയ്ക്ക് ഒരു ക്ലീനിങ് കഴിയും. അത് കഴിഞ്ഞ് മൈക്കിൾ ബേബിക്ക് എന്ത് ചെയ്യണം, ഇപ്പോൾ കളിപ്പാട്ടങ്ങൾ വീണ്ടും എടുത്തിടും. അത് കഴിഞ്ഞ് പിന്നെ രാത്രി കിടക്കാൻ നേരത്തൊരു ക്ലീനിങ് കഴിയും. പിന്നെ കിടക്കാണ്ട് ആൾ വീണ്ടും വരും എന്നിട്ടൊന്ന് വലിച്ചു വാരി സാധനങ്ങൾ ഇടാനായിട്ട്. അങ്ങനെ മൊത്തത്തിലെല്ലാം വലിച്ചു വാരിട്ടേക്കാണ് കേട്ടോ. ആൾക്ക് വെറ്റിഷൊക്കെ കാണുമ്പോൾ വെറുതെ നിന്ന് തുടയ്ക്കുക. കുളിച്ചില്ലെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുടയ്ക്കണം എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഇന്ന് അത്യാവശ്യം വെയിലൊക്കെ ഉള്ളൊരു ദിവസം കേട്ടോ. പുറത്തുനിന്നൊക്കെ നല്ല വെയിലൊക്കെ അടിച്ചു വരുന്നുണ്ട്. അങ്ങനെ ഇന്ന് വെയിലൊക്കെ ഉണ്ട് അത്യാവശ്യം. നമ്മൾ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഈ കൈ ഇങ്ങനെ പിടിക്കാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഈ കൈ ഇങ്ങനെ പിടിക്കാനായിട്ട്. പിന്നെ വൈഡി പിടിക്കുന്നില്ല പറഞ്ഞു. അത് കാരണം ഇങ്ങനെ നീട്ടി വൈഡി പിടിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ക്യാമറ പിടിച്ചത് ശരിയാണോ ഇല്ലോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. അതുപോലെ തന്നെ നമുക്ക് ഓട്സാണ് ഇന്ന് തന്നിരിക്കുന്നത്. നമുക്ക് ഞാനായിട്ടിട്ടോ വലിയ താല്പര്യമില്ല, എന്നാലും നമ്മൾ പിന്നെ ഇത് കഴിക്കണം എന്നുള്ളതുകൊണ്ട് നമ്മൾ കഴിക്കുകയാണ്. ഓട്സ് എനിക്ക് പൊതുവേ താല്പര്യമില്ല സാധാരണ. ഇതിലെന്തൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അമ്മ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് ഓട്സ് പായസമാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അണ്ടിപ്പരിപ്പും പിന്നെ ഇതിൽ മറ്റേ ഇത് ശർക്കരയില്ല വേറെ എന്തൊക്കെയാ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, ഏലക്കായൊക്കെ ഇട്ടിട്ടുണ്ട്. ഓട്സ് പായസമാണ് നമുക്ക് തന്നിരിക്കുന്നത് ഗൈസ് രാവിലെ തന്നെ. ഗൈസ് നമ്മൾ പെട്ടുപോയി ഗൈസ്. മര്യാദയ്ക്ക് ഓട്സും തിന്ന് നമ്മൾ കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചായിരുന്നു. സമ്മതിച്ചില്ല. ഈ ബൂട്ടീസും തള്ളച്ചി നമ്മൾ സമ്മതിച്ചില്ല ഗൈസ്. പിന്നെ ഇവിടെ വാഷിംഗ് മെഷീൻ അടിക്കുന്നതുകൊണ്ട് നല്ല ശബ്ദമുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ പറയുന്നതൊക്കെ കേൾക്കാം എന്നുള്ളതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല. നമ്മൾ മര്യാദയ്ക്ക് കിടന്നുറങ്ങാന്ന് വെച്ചാൽ തള്ളച്ചി സമ്മതിക്കുന്നില്ല. ഞാനൊരു ഉറക്കത്തിന് പാസ്സാക്കി വന്നപ്പോഴേക്കും ഓട്സ് കൊണ്ടുവന്നു. പിന്നെ ഞാനൊരു ഉറക്കത്തിലേക്ക് നിദ്രയിലേക്ക് പോയിപ്പിക്കുന്നത് ഈ സാധനം കൊണ്ടുവന്നു. എന്തിനോ വീണ്ടും തെളിക്കുന്ന സാമ്പാറാന്ന് തോന്നുന്നുണ്ട്. ഇതിലെന്തൊക്കെ ഇട്ടിരിക്കുന്നത്? ഇതിൽ മുരിങ്ങല, സവോള, കറിവേപ്പില, ബൂട്ടിസൺ സർട്ടിഫൈഡ് ബൂട്ടിസണാണ് കേട്ടോ. അതിൻ്റെതായ മിനുക്ക് പണികളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അയ്യോ നമ്മൾ കുളി കഴിഞ്ഞു ഗൈസ്. അങ്ങനെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞു വന്നു. മൈക്കിൾ ബേബി എഴുന്നേറ്റു, മാമന് എഴുന്നേറ്റു. മാമന് ഞാണം. അവൻ ഷർട്ട് ഇട്ടില്ല എന്ന് പറയുന്നേ. ഈ മക്കാച്ചിയിൽ ഇന്നലെ ആരൊക്കെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ട് ഇവിടെ കിടന്ന് തുള്ളുന്നു. എടാ നിന്റെ മുഖം കാണിക്കടാ. അവൻ്റെ കൂട്ടുകാരൊക്കെ ഈ വീഡിയോ കാണും. അത് കാരണം അവന് ഷർട്ട് ഇടാത്ത വീഡിയോ ഒന്നും കിട്ടരുത്. പിന്നെ അവൻ്റെ ഭംഗിയുള്ള ഫീച്ചേഴ്സ് മാത്രമേ നമ്മൾ പുറത്ത് കാണിക്കാൻ പാടുള്ളൂ. പിന്നെ പുള്ളി പണിയെടുക്കുന്നതൊന്നും നമ്മൾ പുറത്തിടരുതെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവനെ ഞാൻ എങ്ങനെയൊക്കെ ചിത്രവധം ചെയ്യാൻ പറ്റും അതുപോലെയൊക്കെ ചെയ്യും. കിടക്കുന്നോക്ക് ഇവരേതാ സാധനം എന്നറിയാം. ഇപ്പോഴും എൻ്റെ അമ്മ പറയുന്നത് ഞങ്ങൾ തമ്മിലുള്ള തല്ല് എപ്പോഴാണോ തീരുന്നതെന്നൊക്കെ. മൈക്കിൾ ബേബി എഴുന്നേറ്റ് JCB കൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. ഇതേ പോണ് ആളവിടെ ഇരുന്ന് കളിയാണ് കേട്ടോ. കുറച്ച് നേരമായി മൈക്കിൾ ബേബിക്ക് എഴുന്നേറ്റിട്ട്. കുഞ്ഞിപ്പെണ്ണെ എഴുന്നേറ്റിട്ടില്ല. അത് നമുക്ക് കുളിക്കാനത് കാരണം സുഖമായിരുന്നു കേട്ടോ. സാധാരണ ഞാൻ കുളിക്കാൻ പോണ നേരം ആകുമ്പോഴേക്കും പുള്ളിക്കാരി എഴുന്നേക്കുന്നതാണ്. ഇന്നെന്തോ എഴുന്നേറ്റിട്ടില്ല. അമ്മ അടിയൊക്കെ കഴിഞ്ഞത് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. സർവൻറ്റ് വേഗം ആയിക്കോട്ടെ, ഇനി അടുത്തത് അത് പറഞ്ഞിട്ടായിരിക്കും ചീത്ത. എന്നിട്ട് നീ പോടാ.
ജനിച്ചു പിന്നെ ഇവിടെ ഒരു വേറെ കൊച്ചു കിടക്കുന്നത് തൊടിയിൽ പൊതിഞ്ഞ്. നാണമാണ് ഗൈസ് അവന്. അവനെല്ലാത്തിനും നാണമാണ്. അവനോട് നമ്മൾ അത് പറയാൻ പാടില്ല, ഇത് പറയാൻ പാടില്ല. അവൻ്റെ കൂട്ടുകാർ കാണും. അത് കാരണം ഇതൊന്നും പറയാൻ പാടില്ല നമ്മള്. ബേബി എന്റെ മോൻ വന്നുട്ടാ. എന്റെ ശുന്തിരിയാണേ. ശുന്തിരി വന്നു. ശുന്തിരി ഇടയ്ക്കിടയ്ക്ക് വന്ന് ബേബിയെ നോക്കും. ശുന്തിരി ബേബി എന്തിരിക്കണ പോനെ? അടുപ്പിയാകൊള്ളില്ലേ പുള്ളിനെ. പുള്ളിക്ക് സ്നേഹപ്രകടനങ്ങളാണെങ്കിലും എന്തൊക്കെ ചെയ്യണ്ടേന്നൊരു പിടുത്തം മാത്രമില്ല. അത് കാരണം പുള്ളി എന്തൊക്കെയൊക്കെയോ ചെയ്ത് കൂട്ടും. ചില നേരത്തൊക്കെ ജസ്റ്റ് മിസ്സിനാണ് കുഞ്ഞിപ്പെണ്ണ് രക്ഷപ്പെടുന്നത് തന്നെ. അപ്പൊ സുന്റെ കൈ ഞാൻ കാണിച്ചു തരാട്ടാ. ഇയാളുടെ ബാക്കി പത്രങ്ങളാണ് മൊത്തം. ഇത് ഫുള്ളും മൈക്കിൾ ബേബി മാന്തി പൊളിച്ചു വെച്ചിരുന്ന. അപ്പുറത്തെ കൈ കാണിച്ചേ. ഇതും കാണിക്കണ്ടേ? പറഞ്ഞോ. ആ കുഞ്ഞിപ്പെണ്ണിനെയാണ് കാണിക്കണ്ടേ? ഓക്കെ. കുഞ്ഞിപ്പെണ്ണിനെ മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ ഈ വ്ളോഗില്. മൈക്കിൾ ബേബിയുടെ നീതിയെ മാത്രമേ നമ്മൾ കാണിക്കുള്ളൂ. അയ്യോ കാണുന്നുണ്ട്, ബേബി കാണുന്നുണ്ട്. മതി പാവില്ലേ ബേബി. ഒങ്ങുമല്ലേ ബേബി, ഒങ്ങുമല്ലേ. ആര് വിളിച്ചാലും നമ്മൾ ബേബിയെ കാണിച്ചു നോക്കണം. അവരെല്ലാവരും ബേബിയോട് വർത്തമാനം പറയണം. നമ്മൾ വീഡിയോ എടുക്കണമെങ്കിൽ നമ്മൾ ബേബിയെ കാണിച്ചു നോക്കണം. വെരി റെസ്പോൺസിബിൾ ആൻഡ് കെയറിങ് ചേട്ടായാണ് മൈക്കിൾ ബേബി എന്ന് പറയുന്നത്. പക്ഷെ ചില നേരത്തെ കൈയും കാലൊക്കെ പോകുന്നത് കാണുമ്പോൾ നമുക്കുണ്ടല്ല ഹാർട്ട് ബീറ്റ്സ് കൂടും. അപ്പുറത്തെ കൈ കാണിച്ചേ. ഇത് ഫുള്ള് എന്റെ മോൻ മാന്തി പൊളിച്ചിരിക്കുന്ന പാടുകളാണ്. അതിന് നീ ഏതാടാ? സൂര്യനാരായണാ. പിന്നെ പൊക്ക കാണിച്ചേ. അവനെ കെട്ടിപ്പിടിക്കാനില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കൊച്ചിന്റെ സാധനമൊക്കെ എടുത്ത് അവനോട്ടോ കെട്ടിപ്പിടിക്കുന്നേ. ഇപ്പൊ ഇവനെ നോക്കാൻ എന്റെ മോൻ നിൽക്കേണ്ട അവസ്ഥയാ. എന്ത് ചെയ്യൂ പറ. സ്കൂളിലൊന്നും പോവാണ്ട് പുള്ളി ഇങ്ങനെ ഉത്സാഹിച്ച് കിടന്ന് നടക്കാണ് ഇവിടെ. ഈ സ്നേഹപ്രകടനം കുറച്ച് കഴിയുമ്പോണ്ടല്ലോ അടിയിലേക്ക് തീരും. അതാണ് ഈ സ്നേഹപ്രകടനത്തിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അടിക്കുന്നത് മൈക്കിളും അടി കൊള്ളുന്നത് മാമനായിരിക്കും. പണ്ടൊക്കെ മാമന്മാരെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാ. ഇന്നത്തെ മാമന്മാരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അമ്മയുടെ എന്തിട്ടാണ് ആങ്ങളക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടി, ഇടി, തൊഴി, പുച്ച്, പരിഹാസം. ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ട ഇവര്. മൈക്കിളിന് അത് ധാരാളമായി അപ്പൂസിന് കിട്ടുന്നുണ്ട്. ആകളൊരു മാമനാ. എന്ത് ചെയ്യാനാ മാമ? എന്ത് തോന്നുന്നു? മാമന്മാരായിട്ടുള്ള ജീവിതം പല്ലാക്കാൻ തോന്നുന്നു. പല്ലാച്ചിട്ടില്ല. വെറുതെ ഇവിടെ ഒരു നാറ്റം. അതേ കടയിൽ പോയി ഒരു നേരം സാധനങ്ങളൊക്കെ മേടിച്ച ഐസ്ക്രീമും മേടിച്ചു വന്നു. ഇവര് എനിക്ക് ഐസ്ക്രീം മേടിച്ചില്ല ഗൈസ്. എനിക്ക് ഐസ്ക്രീം ഇല്ലേ? എന്താ ആദ്യോ 3 ഐസ്ക്രീം മേടിച്ചിട്ടുണ്ട്. ഇവിടെ നടന്നോണ്ടിരിക്കുന്ന സിനിമയിലെ രാധയുള്ള മൊത്തത്തിലോ. എവിടെ ഐസ്ക്രീം? കുഞ്ഞിന് ലാക്ടോജനും പാമ്പസും. കുഞ്ഞുമണിക്ക് അടക്കം സാധനങ്ങൾ മേടിച്ചു. എന്റെ മോന് ബിസ്ക്കറ്റ്, പിന്നെ എന്റെ മോന് മിഠായികള്. അത് അമ്മ മാത്രമേ കിട്ടൂ. ഇതൊക്കെ മിഠായികളാണ്. അതൊക്കെ ഒറ്റ ദിവസം കൊണ്ട് ഇപ്പൊ കാണിച്ചു കഴിഞ്ഞാൽ തീർന്നോളൂ. അതൊക്കെ എടുത്തു കഴിച്ചാ ഇരിക്കും. എനിക്ക് ഐസ്ക്രീം ഇല്ലേ? ഏയ് മുതുക്കിനടക്കം ഇവിടെ ഐസ്ക്രീം കിട്ടി ഗൈസ്. ഇവന് ഈ ബനിയനല്ലാണ്ട് വേറെ ബനിയനില്ല കേട്ടോ. എന്ന് ബനിയൻ മാത്രമല്ലോ. കണ്ടാ വേണ്ട പുഴുപ്പില്ല. കൊച്ചിനാണോ ഈ മിഠായിയൊക്കെ കാണിക്കണ്ടമ്മ? തീർന്നു. താങ്ക് യു. അതവരെ കാടാ. അതെടുത്ത് വെച്ചോ. കുഞ്ഞുപെണ്ണ് എഴുന്നേറ്റു. ഞങ്ങൾ കുറച്ചു നേരം ഇവിടെ കിടന്ന് നടക്കാന്ന് വെച്ചു. മൈക്കിൾ ബേബി അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിക്കാട്ടോ. കുറച്ചു നേരം അവിടെ പുറത്തിരുന്ന് കളിച്ചോട്ടെ എന്ന് വെച്ചു. ഇന്ന് അങ്ങനെ മഴയൊന്നുമില്ല പുറത്ത്. കണ്ടോ, വലിയ മഴയൊന്നുമില്ല. അപ്പോൾ കുറച്ചു നേരം അവിടെ ഇരുന്ന് കളിക്കട്ടെ എന്ന് വെച്ചുട്ടാ. പിന്നെ എല്ലാവരും കമൻറ്റ് ബോക്സും കണ്ടു കഴിഞ്ഞ വീഡിയോയിൽ കുഞ്ഞിപ്പെണ്ണിൻ്റെ കങ്കാസൊക്കെ പറഞ്ഞതിന് താങ്ക് യു. പിന്നെ കുഞ്ഞിപ്പെണ്ണിന് പേര് സെറ്റായിട്ടില്ല ഗൈസ്. നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും കുഞ്ഞിപ്പെണ്ണിന് ചേർന്ന ഏതെങ്കിലും പേരുകൾ സജസ്റ്റ് ചെയ്യണം. ഞാൻ എബിയോട് കുറേ പേരുകൾ പറയും, അതൊന്നും എബിക്ക് ഇഷ്ടപ്പെടില്ല. എബി ഇങ്ങോട്ട് കുറേ പേരുകൾ പറയും, അത് എനിക്കും ഇഷ്ടപ്പെടില്ല. അത് കാരണം തന്നെ പേരിൻ്റെ ഒരു തീരുമാനമായിട്ടില്ല. നിങ്ങൾക്കൂടി ഇഷ്ടമുള്ള പേര് നമുക്ക് നോക്കാമല്ലോ കമൻറ്റ് ബോക്സിൽ. ഏതൊക്കെ പേര് നല്ലതെന്ന്
മാമൻ വന്ന് നോക്കാട്ടോ. മാമൻ മിഷിഹ എന്നൊരു പേര് പറഞ്ഞു. മിഷിഹ എന്നുള്ള പേരും തീരുമാനത്തിലെത്തുന്നില്ല. അത് കാരണം നമുക്ക് എങ്ങനെയും തീരുമാനത്തിലെത്തിക്കണം ഗൈസ്. അവിടെ ബാക്കിൽ നമ്മുടെ ചേച്ചി നമുക്ക് ചായ കൊണ്ടുവരുന്നുണ്ട്. ചേച്ചി 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 അവിടെ എന്തെടുക്കാണ് ചേച്ചി? എന്റെ മോളെ ഇവിടെ എന്താ പറയാ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ വരാൻ പറ്റില്ല. പറ്റില്ല. അവളെന്തു ചെയ്തു? ഞാൻ തട്ടിക്കൊണ്ട് വന്നു. നമ്മോട് ക്യാമറ വെച്ചിട്ട് പോയത്. എന്റെ മോനെ പിച്ചി അവള് നുള്ളി. ഇവിടെ ഒരു ചൊമ്പപാട് കവളത്ത്. പല്ലാരെ പറിച്ചെടുത്തേ, പല്ലാരെ പറിച്ചെടുത്തത് നമ്മുടെ ശുണ്ടിരിയുടെ അമ്പടി. ഞാൻ പോയപ്പോ നീ എന്റെ കുത്തിയുടെ ഊദ്രയിച്ചു. ഊദ്രയിച്ചു നമ്മുടെ പൊന്നിനെ തങ്കട് വന്നിട്ട് പാടില്ലല്ലോ.